ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ജൂതന്മാരെന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന വിഭാഗത്തിന് വേണ്ടി ജൂതരാഷ്ട്രവാദിയായ തിയോഡർ ഹെർസൽ ഒരു ദൂതൻ മുഖേന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനോട് 20 ദശലക്ഷം പൗണ്ടിന് വിലക്കെട്ടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ പൂർവികരുടെ ഒരുപാട് അമരസ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നൊരു തരി പോലും ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു നൽകില്ലെന്ന് പറഞ്ഞപ്പോഴാണ് തിയോഡർ ഹെർസൽ എന്ന ജൂതരാഷ്ട്രവാദിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സിയോണിസം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും ആ പുറത്തു നിന്നുള്ള സിയോണിസം എന്ന് പറയുന്ന സംഘടനയുടെ ഉപോൽപ്പന്നമായി മുസ്ലിം സമുദായത്തെയും ആ ഖിലാഫത്തിനെയും തകർക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നത്. പിൽക്കാലത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള രക്തപങ്കിലമായ തേരോട്ടങ്ങൾക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചത് നമ്മൾ കണ്ടതാണ്. മഹാനായ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ പൊളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്തുകൊണ്ട് മഖബറകൾക്ക് മുകളിൽ കൈവച്ചു? അനുഗ്രഹീതരായ മഹൽ വ്യക്തിത്വങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് അവർ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആണെങ്കിൽ പോലും അവരുടെ സന്നിധാനത്ത് വെച്ച് അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന വിശ്വാസത്തെ തകർക്കുകയല്ലാതെ, ആ ഉത്തരം കിട്ടുന്ന സാഹചര്യങ്ങളെ തകർത്താലല്ലാതെ ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ താരീഖ് പറയുന്നിടത്ത് വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ കഫാലത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് പറയുന്നില്ലേ, മറിയം ബീവിയുടെ ടെന്റിലേക്ക് കയറിപ്പോകുന്ന നേരത്ത് ചോദിക്കുന്നുണ്ടല്ലോ, മറിയമേ എവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവരാത്ത ഒരു ഭക്ഷണം നിനക്ക് കിട്ടിയത്? അൺസീസണലായിട്ട് കാണപ്പെടുന്ന ഫലവർഗ്ഗങ്ങൾ എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ മറിയം ബീവി പറയുന്നില്ലേ, ഇതെനിക്ക് അല്ലാഹു തആല ഇറക്കി തന്നതാണ്. മറിയം ബീവി എന്ന് പറയുന്ന അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആ ഒരു വനിതയുടെ ചാരത്ത് വെച്ച് ഫഹുനാലിക ദഅ സക്കരിയ, ആ മഹദിയുടെ ചാരത്ത് വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് പ്രായാധിക്യം കൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സന്താന സൗഭാഗ്യം നൽകിയത് എന്ന് വിശുദ്ധമായ ഖുർആൻ നസ്സായി പ്രഖ്യാപിക്കുമ്പോൾ അത്തരം അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ദുആ ചെയ്താൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ കഴിയില്ല. അവർ ഈ ദീനിന്റെ ആധാരശിലകളായി അവരുടെ മക്ബറകൾ പോലും വിരാജിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ അത് തച്ചു തകർത്താലല്ലാതെ ഇസ്ലാമിന്റെ ഗാത്രത്തിന്റെ അകത്തേക്ക് തകർപ്പൻ പരിപാടികളുമായി കടന്നു വരാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബിദ്അകൾ ഈ ആശയ സമ്പുഷ്ടമായ വിശുദ്ധമായ വെളിച്ചത്തെ ഊതിക്കെടുത്തുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സൃഷ്ടിച്ചത് എന്ന് താരീഖിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നോക്കൂ നിങ്ങൾ, അവരുടെ തേരോട്ടമല്ലേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറബ്ബു ഹസന, സൂറത്തുൽ ഫാത്തിറിന്റെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹുവിന്റെ തിരുദൂതരോട് വിശുദ്ധമായ ഖുർആന്റെ ചോദ്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മ്ലേച്ഛവൃത്തികളിൽ ഏർപ്പെടുകയും അത് അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഹാശിയത്ത് സ്വാവിൽ ഇമാമുകൾ കുറിച്ചു വെക്കുന്നുണ്ട്, നസലത്ത് ഹാദിഹിൽ ആയത്തു ഫിൽ ഖവാരിജ്, അള്ളാഹുവിന്റെ ദീനിൽ ആദ്യമായി വിഘടനവാദം ഉയർത്തിയ ഖവാരിജുകളെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, ആ വിഘടനവാദികളായ ഖവാരിജുകളുടെ ആശ്രയ സ്രോതസ്സിൽ നിന്ന് കടം കൊണ്ട പുത്തനാശയങ്ങളും നവീനവാദികളുമായ ഒരു വിഭാഗം ഇന്ന് ഹിജാസിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യുഖാലു ലഹുമുൽ വഹാബിയ ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, അവർ പിശാചിന്റെ പിണിയാളുകളാണ്, ആ മാർഗത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കും, അവർ പരാജിതരാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മഹാന്മാരായ അഇമ്മത്ത് മശായിഖുമാർ മുഴുവനും നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പോന്ന വഹാബിസം ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാം ആശ്രയ സ്രോതസ്സായി വെളിച്ചം കൊണ്ടത് ആ ഇരുൾ
പകർത്തിയത് ഈ വഹാബിസത്തിന്റെ ആശയത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ വിഷലിപ്തമായ ആശയം കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ ജാഗരൂകമായ പ്രവർത്തനങ്ങളുമായി ഉമ്മത്തിന്റെ നായകന്മാരായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ സന്ധിയില്ലാ സമരത്തിന് രംഗത്തിറങ്ങുന്നത്. 1920കളുടെ തീക്ഷ്ണമായ സാഹചര്യം നമുക്കറിയാമല്ലോ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. അധിനിവേശ പിശാചുകളുടെ കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമരുന്ന കാലം. ധാരാളം വിപ്ലവാത്മകരമായ പോരാട്ടങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലം. 1821 മുതൽ 1921 വരെ 51ഓളം ലഹളകൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ടെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ഏറ്റവും മൂർത്തിമത്ഭവമായ 1921 വാഗൺ ട്രാജഡി ഉൾപ്പെടെയുള്ള അതിതീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ കേരളീയ മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് മലബാറിലെ ജനത കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ഈമാൻ കട്ടെടുക്കുന്നതിന് വേണ്ടി റാഡിക്കൽ വഹാബിസത്തിന്റെ ആശയമായി ഭൂമിയിലേക്ക് കടന്നു വന്നാൽ, ഈ മണ്ണിലേക്ക് കടന്നു വന്നാൽ അതിന് കരപറ്റാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ ജനാധിപത്യപരമായ രീതിയിൽ തേൻ പുരട്ടിയ ആശയങ്ങളുമായി, ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളുടെ ആശയങ്ങളുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് വിധേയികൾ കടന്നു വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സുഭദ്രമായ ആശയക്കോട്ടയായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. 1926 രൂപീകരിക്കുകയും 1927 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1ാമത്തെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്തായിരുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? 100 വർഷം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന് നേടിത്തന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം, ആർക്കും കട്ടെടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത വിധം ഈ ഉമ്മത്തിന്റെ വിശ്വാസധാരക്ക് കാവലിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, ഈ സമ്മേളനത്തിന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഹൈലൈറ്റ് അതിന്റെ മുദ്രാവാക്യമാണ്. അതേതാണ് ആ മുദ്രാവാക്യം എന്നറിയോ? ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്നാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തിന് വലിയ അർത്ഥമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നവോത്ഥാന പ്രവർത്തനത്തിനും ഇസ്ലാമിൽ യാതൊരു നിലയും വിലയുമില്ല എന്നത് വസ്തുതയാണ്. ആ ആദർശം എന്താണെന്ന് ഒരൊറ്റ വാക്കിൽ പല രൂപത്തിൽ നമുക്കത് അവതരിപ്പിക്കാം. ഒരൊറ്റ രൂപം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു രൂപം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്, ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. ഖുൽ നബിയെ തങ്ങൾ പറയണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അൽഹംദുലില്ലാഹ് എന്ന് പറയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മഹത്വം ഉദ്ഘോഷിക്കണം, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം, അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കണം, അള്ളാഹുവിന്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ പ്രതാപത്തെ അംഗീകരിക്കണം, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കണം, അതിവിടെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കണം. അത് ഒന്നാമത്തതാണെങ്കിൽ രണ്ടാമത്തത് അവിടെ നിൽക്കുന്നില്ല. വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ്. മഹാന്മാര്, മുസ്തഫീങ്ങളായ ആളുകൾ, ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാൻ അലൽ ആലമീൻ എന്ന് പറഞ്ഞ ആദം നബിയുടെ മേൽ സലാം ചെല്ലണം, ഇബ്രാഹിം നബിയുടെ മേൽ സലാം ചെല്ലണം. അങ്ങനെ മുസ്തഫീങ്ങളായ ആളുകളെ അംഗീകരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരെ കൊണ്ട് തബറുക്കെടുത്തുകൊണ്ട് വേണം പോവാൻ. എങ്കിൽ മാത്രം ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനം. ഇതിന്റെ വ്യാഖ്യാനമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം എന്ന് പറയുന്നത്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഫീഹി തഅലീമുൻ ഹസനുൻ വതഅദീബുൻ ലിൽ ഉമ്മ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു, അലൽ ഇബ്തിദാഇ ബിദ്ദിക്റൈനി വതബറുകി ബിഹിമാ. രണ്ടു കൊണ്ടും തബറുക്ക് എടുക്കണം. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ മഹാന്മാരുടെ ദിക്ർ കൊണ്ടും തബറുക്ക് എടുക്കണം. അഥവാ സുന്നത്ത് ജമാഅത്ത് വേണമെന്ന്, തൗഹീദ് വേണമെന്ന്, സുന്നത്ത് ജമാഅത്ത് വേണമെന്ന്, തഅലീമു ശആയിർ വേണമെന്ന്, അത് രണ്ടും വേണം. എങ്കിലേ ദീൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇത് ഇല്ലായ്മ ചെയ്യാൻ ചില ആളുകൾ പല രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിഭാഗം മതനിരാസത്തെ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നു. ചിലർ ഡയറക്റ്റ് പ്രവർത്തിക്കുന്നു, മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വേറെ
വേറെ ചിലർ രണ്ടാമത്തെ അസ്ലായ തഅലീമു ശആഇറിനെ ഇല്ലായ്മ ചെയ്യാൻ വഹാബിസത്തെയും മൗദൂദിസത്തെയും ഉമ്മത്തിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കുന്നു. ചിലർ ഡയറക്റ്റ് ശ്രമിക്കുന്നു, മറ്റു ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും സമസ്ത അനുവദിക്കുകയില്ല. ആര് പ്രവർത്തിച്ചാലും ശരി എന്ന പ്രഖ്യാപനമാണ് ഈ യാത്രയിലൂടെ ഉടനീളം മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമുള്ള ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന ആദർശമുള്ള സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും തങ്ങൾ ഉസ്താദിന്റെ പിന്നിൽ വന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് എന്ന് എല്ലാവരോടും പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദൗത്യം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.